നമ്മുടെ സൺഡറിൻ്റെ ആൻഡ്രോയിഡ് 4K സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. പുതിയ സോഫ്റ്റ്വെയർ വെർഷൻ 12.8.82 ആണ്. ആദ്യം ഉണ്ടായിരുന്നത് 12.8.71 ആയിരുന്നു. ഇങ്ങനെ സെറ്റ് ടോപ്പ് ബോക്സിന് എന്തെങ്കിലും ബഗ്ഗുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും. അപ്പോൾ നമ്മുടെ സൺഡറിൻ്റെ 4K സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ സൺഡറിൻ്റെ ആൻഡ്രോയിഡ് 4K സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ഒരുപാട് വീഡിയോകൾ മുൻപേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അൺബോക്സിങ് അതുപോലെ എല്ലാ വീഡിയോയും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്ത് നോക്കാം. മുകളിൽ കാണാം സെറ്റിങ്സ് എല്ലാം. റൈറ്റ് സൈഡിലെ കീ പ്രസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഇങ്ങനെ കൊണ്ടുവരിക. മുകളിൽ വലതുഭാഗത്ത് കാണാം നിങ്ങൾക്ക് വൈഫൈയിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരിക്കൽ കൂടി ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓൺ ആകും. അതിനുശേഷം നിങ്ങൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം അത് കണക്റ്റഡ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വൈഫൈ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം വലതു ഭാഗത്തേക്ക് കൊണ്ടുവരിക. വലതു ഭാഗത്ത് കാണാം TV സെറ്റിങ്സ്, ആൻഡ്രോയിഡ് സെറ്റിങ്സ് എല്ലാം. അപ്പോൾ ആൻഡ്രോയിഡ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് കൊണ്ടുവരിക. ഡിവൈസ് പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ കാണാം എബൌട്ട്. അതിലാണ് നമ്മുടെ സെറ്റ് ബോക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഏതാണ് വെർഷൻ എല്ലാം കാണാം. ഇപ്പോൾ നിലവിലുള്ള വെർഷന് 12.8.71.79 ആണ്. ഞാനിവിടെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് എബൌട്ടിൽ നമുക്ക് കാണാം സിസ്റ്റം അപ്ഡേറ്റ്. ഞാനിവിടെ സിസ്റ്റം അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാം ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെർഷൻ 12.8.82.77 സെക്യൂർ ബൂട്ട് എന്ന് കാണാം. പിന്നെ സിസ്റ്റം അപ്ഡേറ്റ് ഇൻസ്റ്റാളിംഗ് എന്ന് കാണാം. 1 GB ഡാറ്റ വേണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഞാനിത് അതിരാവിലെയാണ് സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. രാവിലെ ആകുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടായിരിക്കും. ഞാനിവിടെ കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പോകുന്നത്. നല്ല നെറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പീഡിൽ പോകും. എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സെറ്റ് ടോപ്പ് ബോക്സ് റീസ്റ്റാർട്ട് ആവും. ഇവിടെ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇനി സ്റ്റെപ്പ് 2 സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാണാം. ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സെറ്റ് ടോപ്പ് ബോക്സ് ഓഫായിട്ട് ഓൺ ആവും. അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന കാണിച്ചിട്ട് നമ്മുടെ സൺഡറിൻ്റെ 4K സെറ്റ് ടോപ്പ് ബോക്സ് ഓണായി വരുന്നത് കാണാം. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. പിന്നെ കറണ്ട് പോകാതിരിക്കുന്നതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് നല്ലത്. മറ്റുള്ള അതായത് വലിയ ഡിഷിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് എല്ലാം ഇതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പവർ ഓഫ് ആവരുത് പറയുന്നുണ്ട്. ഇതിലങ്ങനെ കാണിക്കുന്നില്ല. എന്നാലും പവർ ഓഫ് ആവാതിരിക്കുന്നതാണ് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ നല്ലത്. അപ്പോൾ നമ്മുടെ സൺഡറിൻ്റെ ആൻഡ്രോയിഡ് 4K സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം സെറ്റ് ടോപ്പ് ബോക്സ് ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ സാധിക്കുന്നവർ പുതിയ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വിശദമായി വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ വെർഷൻ എത്രയാണ് കാണിക്കും നോക്കാം. ഇവിടെ കാണാം താഴേക്ക് വരുമ്പോൾ പുതിയ വെർഷന് 12.8.82.77 ആണെന്ന് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ സൺഡറിൻ്റെ 4K സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ഒരുപാട് വീഡിയോകൾ മുൻപേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ ചെക്ക് ചെയ്തപ്പോൾ ചെറിയ മാറ്റം കണ്ടത് എഡിറ്റിംഗ് എല്ലാം TV സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഞാനിത് കണ്ടത്. ഈ ഒരു സെറ്റിങ്സ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഈ ഒരു സെറ്റിങ്സ് ഈ ഭാഗത്ത് അല്ലായിരുന്നു.